മമ്മൂട്ടി ആദ്യകാലങ്ങളിൽ അത്രയധികമൊന്നും ഈ ഗസ്റ്റ് റോളുകളിൽ അപ്പിയർ ചെയ്യാൻ അതിവേഷത്തിൽ അധികം അദ്ദേഹം അപ്പിയർ ചെയ്യുമായിരുന്നില്ല. പക്ഷേ 1985 പ്രിയദർശൻ സംവിധാനം ചെയ്ത മഴ പെയ്യുന്നു മുതലം കൂട്ടുന്ന സിനിമയിലെ അവസാന സീനിൽ മമ്മൂട്ടി വന്നു പോകുന്ന രംഗമുണ്ട്. ആ സീൻ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൽ മമ്മൂട്ടിയുടെ മുഖത്ത് ഒരു ക്ലോസപ്പ് ഷോട്ട് പോലും ഇല്ല. അത്രയ്ക്കും പ്രാധാന്യം കുറഞ്ഞ അല്ലെങ്കിൽ മറ്റൊരു നടനായാൽ പോലും വലിയ പ്രശ്നമില്ലാത്തൊരു റോളായിരുന്നു അത്. ആ സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുന്നത് അത് ഒരു പക്ഷേ അതൊരു പ്രിയദർശൻ സിനിമയും അതിൽ ശ്രീനിവാസൻ വേഷമിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിബന്ധത്തിൽ പേരിൽ അഭിനയിച്ചതായിരിക്കും. അത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ, ഒരുപാട് ഉദാഹരണങ്ങൾ ശ്രീനിവാസൻ്റെ കരിയറിൽ നമുക്ക് കാണാൻ പറ്റും തന്നെയാണ്. യെസ്, അപ്പം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സംവിധാനമായിട്ടോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തായിട്ടോ അദ്ദേഹം ഒതുങ്ങിപ്പോയിരുന്നില്ല. അദ്ദേഹം എത്രത്തോളം, അതായത് ഒരു വൈഡ് പ്ലാറ്റ്ഫോം, ഇപ്പോൾ സിനിമയുടെ ഒരു രീതി നമുക്കറിയാമല്ലോ, അത് എങ്ങനെ ആളുകളെ വളർത്തും, എങ്ങനെ അവിടെ വളരാൻ സാധിക്കും, എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പം അദ്ദേഹം തുടങ്ങിയത് നമുക്കറിയാം. ഇപ്പം അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം തുടങ്ങുന്നത് ആക്ടിങ്ങിലേക്ക് വരുന്നു, പക്ഷേ പറ്റുന്നില്ല. പിന്നീട് സച്ചിൻ പറഞ്ഞതുപോലെ പ്രിയദർശനാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന തമാശയിലൂടെ കാര്യം പറയുന്ന ആ ഒരു കഴിവിനെ, അദ്ദേഹം ജീവിതത്തിലും അങ്ങനെയായിരുന്നു, ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ കാര്യം പറയുന്ന ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് ഉണ്ടാക്കിയതെല്ലാം വലിയ വിജയമായിരുന്നു. അതിപ്പം പ്രിയദർശനാണെങ്കിലും അതിനുശേഷം സത്യനന്ദിക്കാടിന്റെ കയ്യിലേക്ക് എത്തിയപ്പോഴാണെങ്കിലും അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ സ്വന്തമായി എടുത്ത സിനിമകൾ 2 ആണെങ്കിൽ പോലും ആ രീതിയിൽ ആളുകളെ കയ്യിലെടുക്കാനുള്ള ഒരു സ്പാർക്ക് അത് ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെ അത് സംസാരിച്ചു. പക്ഷേ അങ്ങനെ ഒന്നിലേക്ക് മാത്രം ഒതുങ്ങി പോവാതെ, ഇപ്പം പഴയ ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യമായിരിക്കും, ഒന്നുകിൽ അഭിനയമായിരിക്കും, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡയറക്ഷൻ ആയിരിക്കും, ഇല്ലെങ്കിൽ എഴുത്തായിരിക്കും. പക്ഷേ ശ്രീനിവാസനെ സംബന്ധിച്ച് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് ഇതെല്ലാം അദ്ദേഹം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, പ്രൊഡ്യൂസറായി 2 സിനിമകളുടെ 8ഓളം സിനിമകൾ അദ്ദേഹം ഡബ് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിക്ക് പോലും അദ്ദേഹം ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അതായത് ഒരു പാക്കേജ് ആയിരുന്നു ശ്രീനിവാസൻ എന്ന് വേണ്ടേ പറയാം. തീർച്ചയായും. ഇപ്പം നമ്മളിപ്പം സ്ലാപ്സ്റ്റിക് കോമഡി അല്ലെങ്കിൽ സറ്ററിക്കൽ കോമഡിയിൽ മാത്രമാണ് സംസാരിച്ചത്. പക്ഷേ 1986 ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, 1980 ഇറങ്ങിയ സിനിമ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രം. മോഹൻലാലും ശ്രീനിവാസനും ആണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചത്. ശ്രീനിവാസനായിരുന്നു ചിത്രം എഴുതിയത്. ആ സിനിമയിൽ ശ്രീനിവാസൻ്റെ റോളൊന്ന് ശ്രദ്ധിക്കുക. അത് അടിമുടി ഫ്രോഡായൊരു മനുഷ്യൻ മറ്റൊരാളുടെ മുന്നിൽ ഒരു മുഖംമൂടിയിട്ട് എങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ള ഒരു വേഷത്തിൻ്റെ ക്ലാസിക്കൽ ഉദാഹരണമാണ് അതിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച വിശ്വനാഥൻ എന്ന ക്യാരക്ടർ. അതിൽ മോഹൻലാലിൻ്റെ നായകനെ എത്രത്തോളം രീതിയിൽ ചതിക്കുടിയിലാക്കുന്നു എന്ന് നമുക്ക് പിന്നീട് കാലങ്ങൾ മാറുമ്പോൾ നമുക്ക് ആ ശ്രീനിവാസൻ്റെ വേഷങ്ങളിലേക്കാണ് മുകേഷിനെ പോലെയുള്ള നടന്മാരൊക്കെ ചേരുന്നത്, ഇത്തരത്തിലുള്ള ഒരു ഫ്രോഡ് വേഷങ്ങളൊക്കെ ചേരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പാവം രാജകുമാരൻ എന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമുണ്ട്. അദ്ദേഹം ഒരു പ്രണയിക്കാൻ വേണ്ടിയിട്ട് അവസാനം മീശൊക്കെ വടിച്ചിട്ട് ഒരു കുടുക്കിലാവുന്ന ഒരു ചിത്രം. ഇങ്ങനെ അനവധി സിനിമകൾ അദ്ദേഹത്തിനെ നമുക്കൊരിക്കലും ഒരു റോളിൽ തളച്ചിടാൻ പറ്റാത്ത അത്രയ്ക്കും വലിയ നമുക്കൊരു എന്താ പറയുക, നമ്മളൊരു ഇതിഹാസം എന്നൊക്കെ പറയുന്ന അത്രയ്ക്കും വലിയൊരു ചലച്ചിത്ര പ്രവർത്തനം കൂടിയാണ് ശ്രീനിവാസൻ. മൈ ഡിയർ മുത്തശ്ശൻ എന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രം. ഇതൊന്നും ഇദ്ദേഹത്തിൻ്റെ നമ്മളെന്താ പറയുക, ഒരു ജോണറിൽ അകപ്പെട്ടു പോകുന്ന ഒരുപാട് നടന്മാരും എഴുത്തുകാരും സംവിധായകരും. പക്ഷേ ഇതൊന്നുമല്ല, ഇതിലെല്ലാം അപ്പുറമാണ്, ഇതെല്ലാം വലുതാണ്. മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്, ശ്രീനിവാസൻ എഴുതുന്ന ചിത്രങ്ങളിൽ ശ്രീനിവാസന് കിട്ടുന്ന വേഷങ്ങൾ അത് ഒരിക്കലും വളരെ ചുരുക്കം സിനിമകളിൽ മാത്രം അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ നായക വേഷം ചെയ്തിട്ടുള്ളൂ. അത് തന്നെ വലിയ രീതിയിൽ അപകർഷതാബോധം പേറുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫ്രോഡ് വേഷങ്ങൾ പേറുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡുകളിലുള്ള ക്യാരക്ടർ ചേർന്ന സിനിമകളാണ് അദ്ദേഹത്തിന് പോലും കൂടുതൽ നൽകിയത് എന്നുള്ളതും കൂടി ഇദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫിയിൽ ഒരു കൗതുകമാണ്.